നമുക്ക് ന്യൂസ് ഡീകോഡിൽ ഇന്ന് വിശദമായി തന്നെ കേരളത്തിൽ ഉൾപ്പെടെ നടപ്പാക്കാൻ പോകുന്ന SIR-നെ കുറിച്ച് പരിശോധിക്കാം. വിദഗ്ധൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം മീഡിയ വണ്ണൊപ്പം തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുൻപായി കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചൊരു അപകടമുണ്ടായിരിക്കുകയാണ്. ഒരു തൊഴിലാളി മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. പരിക്കേറ്റവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അപകടമുണ്ടായിട്ടുള്ളത്. ഈ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ ഷഫീഖ് നസറുള്ള നൽകും. ഷഫീഖ്, എത്ര മണിയോടുകൂടിയായിരുന്നു ഈ പൊട്ടിത്തെറി? എന്താണ് അപകട കാരണം? ഒരു മരണമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. എത്രത്തോളം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്? ഷഫീഖ്, കേൾക്കാമോ? കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിൽ ആണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വൈകുന്നേരം 7:30 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ആ അപകട സമയത്ത് 20-ലധികം തൊഴിലാളികൾ അവിടെ ജോലി എടുക്കുന്നുണ്ടായിരുന്നു. ഈ ജോലി ചെയ്യുന്നതിനിടയിൽ വലിയ ബോയിലർ പൊട്ടിത്തെറിച്ചു. വലിയ ബോയിലർ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഉഗ്രശബ്ദം ആ പരിസരത്താകെ ഉണ്ടായി. ആ പ്രദേശത്തുള്ള ആളുകൾ ഒരു ഭൂമി കുലുക്കമാണോ എന്ന് ഭയപ്പെട്ടിരുന്നു. അത്രമേൽ ഒരു കുലുക്കം ആ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ബോയിലർ പൊട്ടിത്തെറിച്ചു. അതിന്റെ സ്ഫോടനത്തിൽ സമീപ പ്രദേശത്ത് പോലും ബോയിലറിന്റെ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ച് കിടക്കുന്നുണ്ട്. സമീപത്തെ വീടുകളിന്റെ ജനൽ ഗ്ലാസുകൾ, ചില്ലുകൾ തകർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു അപകടമാണ് നടന്നത്. 2 തൊഴിലാളികൾ ഇപ്പോൾ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വിവരമാണ് അറിയുന്നത്. 2 തൊഴിലാളി നേരത്തെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ മറ്റൊരു തൊഴിലാളിയുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 പേരുടെ മരണം 2 അസം സ്വദേശികളാണ്. അപകടം. ഷഫീഖ്, പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? 10 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. 4 പേരുടെ പൊള്ളലേറ്റിട്ടുണ്ട്. അവർക്ക് ഗുരുതരമായ പരിക്കാണ് ഉള്ളത്. സാരമായി പരിക്കേറ്റ ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ട്. ഈ 10 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഫാക്ടറിയുടെ അകത്ത് 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പുറത്തുള്ളവർക്ക് കൂടി പരിക്കേറ്റാണ് ഈ കൂടുതൽ ആളുകൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റത്. 4 പേർക്ക് പരിക്ക് ഗുരുതരമാണ് എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർ കൂടി ഇപ്പോൾ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരം ആയതാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. മറ്റ് ആളുകളുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. ഇതിൻ്റെ ഒരു ആഘാതം അതിൻ്റെ പ്രദേശത്താകെയും ഉണ്ട്. നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫർണിച്ചർ കടയിൽ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് അവിടെ ഫർണിച്ചർ കടയുടെ ഭാഗം തന്നെ കുലുങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. വലിയ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. 7:30 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടന്നത്. 150-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്ലൈവുഡ് ഫാക്ടറി. ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് ഈ ഫാക്ടറിയുടെ അകത്ത് 4 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നു. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും അതിൻ്റെ പുറത്തുമായി മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 2 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ഇതിൽ ഈ തകർന്ന ഒരവസ്ഥയിലാണോ ഉള്ളത്? ഇപ്പോഴും ഫാക്ടറിയിൽ അതിൻ്റെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് മരം, അതിൻ്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഉള്ള ഒരു രീതിയാണ്. അതിൽ ഫയർഫോഴ്സ്, കാഞ്ഞങ്ങാട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിൽ ആ ഫാക്ടറി പൂർണ്ണമായും തകരുന്ന സ്വഭാവത്തിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ പരിസരങ്ങളാകെയും പോലീസിൻ്റെ ബന്ദോബസ്തിൽ
വരുത്തിയിട്ടുണ്ട്. ഈ അപകടം എങ്ങനെയാണ് നടന്നത്, അതിന്റെ കാരണം എന്താണ് എന്നത് അന്വേഷിക്കുന്നതിന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഇത്തരം കമ്പനികൾ അപകടം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശം, അപകടം നടന്നതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ശരി ഷഫീഖ, കാസർഗോഡ് കുമ്പളയിലാണ് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറിയുണ്ടായത്. ബോയിലർ പൊട്ടിത്തെറിച്ച് 2 തൊഴിലാളികൾ മരിച്ചു എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. വിശദാംശങ്ങളാണ് ഷഫീഖ് നസ്രുള്ള.